വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപി വന്നാൽ സ്വീകരിക്കുമെന്ന് കലാമണ്ഡലം ഗോപി. എന്നാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച് വീഡിയോ ചെയ്യില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപി വിളിക്കും എന്ന് പ്രതീക്ഷിച്ചു. താൻ ഇടതുപക്ഷമാണെന്നും സുരേഷ് ഗോപിയുമായുള്ള സ്നേഹബന്ധം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കേണ്ട എന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. പത്മഭൂഷൺ വേണ്ടേ എന്ന പരാമർശമാണ് മകനെ പ്രകോപിപ്പിച്ചത് എന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. ഇങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം. ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തുകൊണ്ടാണ് ഗോപി ആശാൻ ഇപ്പോൾ ഇത്തരമൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്? അപ്പോഴും സ്വന്തം രാഷ്ട്രീയ നിലപാട് ഗോപി ആശാൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായുള്ള ഒരു സൗഹൃദം, ആ ഭാഗമായിട്ടുള്ള ഒരു ക്ഷണം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ കൂടിയാണോ ആശാൻ ഉദ്ദേശിച്ചത്? വേണു, എന്തായാലും ഗോപി ആശാൻ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്. സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായി നല്ല സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഈ വിവാദങ്ങളിൽ പെട്ട് മുന്നോട്ട് പോകരുതെന്നും ആ സൗഹൃദം നിലനിൽക്കണമെന്ന ആഗ്രഹമാണ് തനിക്കുള്ളതും എന്നുള്ളതാണ് കലാമണ്ഡലം ഗോപി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മകൻ ഇടാനുള്ളതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇവർ കുടുംബവുമായി അടുപ്പമുള്ള ഒരു ഡോക്ടർ പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അത് വലിയ രീതിയിൽ കുടുംബത്തിന് മനോവിഷമം ഉണ്ടാക്കി. ആ മനോവിഷമത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലേക്ക് നയിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ വേണം എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യം പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുമായി ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ അത് സൂചിപ്പിച്ചിരുന്നെങ്കിലും അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്ന അത്തരത്തിൽ നിർദ്ദേശിക്കുന്നതിനൊന്നും താൻ ആളല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് കൂടി പറയുന്നു. അതിനുശേഷം പിന്നീട് ഇതേക്കുറിച്ച് ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇതൊരു അനാവശ്യ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടായി. തുടർന്നാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും താൻ അടിയുറച്ച ഇടതുപക്ഷമാണ്, അതുകൊണ്ടാണ് കെ രാധാകൃഷ്ണന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കിയത്. പക്ഷേ അത്തരത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വീഡിയോ തയ്യാറാക്കാൻ കഴിയില്ല. സൗഹൃദത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്കും പോട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് താൻ അടിയുറച്ച ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തെ മുന്നോട്ട് പോകാനാണ് തനിക്ക് ആഗ്രഹം. പക്ഷേ സൗഹൃദം എന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് വിളിച്ചത്. അദ്ദേഹം എന്തായാലും ഫോണിൽ പോലും തന്നെ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഫോണിലൂടെ സംസാരിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇത്. പക്ഷേ അത് ഇത്രത്തോളം കൊണ്ടുപോയതിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ ഒപ്പമുള്ള ആളുകളാണ്. ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇത് വിവാദമാക്കിയതിന് പിന്നിൽ ഉണ്ട് എന്നുകൂടി ഗോപി ആശാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.